ജയിലിനോൾ ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. ഇന്ത്യക്കാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിച്ചമർത്തലിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് മിഴി തുറന്നത് ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇതുപോലെ ഒരു ഓഗസ്റ്റ് 15-നായിരുന്നു. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷ് അടിച്ചമർത്തലിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് മിഴി തുറന്നത്. ആദ്യം തന്നെ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. പാരതന്ത്ര്യം മാനികൾക്ക് സ്മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മുടെ മഹാകവി കുമാരനാശാന്റെ വരികൾ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഓർത്തുപോവുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സമര ചരിത്രമാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിനുള്ളത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാൽച്ചുവട്ടിൽ ഭാരതാംബ ഞെരിഞ്ഞമർന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ത്യയുടെ സർവ്വസമ്പത്തും കൊള്ളയടിച്ചു. ബ്രിട്ടീഷുകാർ സ്വേച്ഛാധിപതികളായി ഇന്ത്യ ഭരിച്ചു. സ്വന്തം ജീവന്, സമ്പത്തിന്, എന്തിനേറെ മാനത്തിന് പോലും ഇന്ത്യക്കാരന് അവകാശമോ സമത്വമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് പൊരുതി ഈ സ്വാതന്ത്ര്യം നേടിത്തന്നിരിക്കുന്നത്. കച്ചവടം ലക്ഷ്യമാക്കി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് കരാള ഹസ്തങ്ങളെ ആയുധങ്ങളുടെ പിൻബലമില്ലാതെ സമത്വത്തിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയും പൊരുതി നേടിയെടുത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അടിച്ചമർത്തിയും അടിമകളാക്കിയും ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കിയ വെളുത്ത വർഗക്കാരുടെ നിഷ്ഠൂര ക്രിയകൾക്ക് മുൻപിൽ ജാതിമത വർഗ വർണ്ണ ഭേദമന്യേ ഒറ്റക്കെട്ടായി നെഞ്ചു വിരിച്ചുകൊണ്ട് നിന്ന് ഭാരത മക്കൾ പൊരുതി നേടിയ അവരുടെ ചോരയുടെ മണമുള്ള സ്വാതന്ത്ര്യത്തിന്റെ പിൻബലത്തിലാണ് നാം ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ നാനാത്വത്തിൽ ഏകത്വത്തിൽ അഭിമാനം കൊള്ളുന്ന നാം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 200 വർഷത്തിലധികം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പൊതുജീവനത്തിലേക്ക് സ്വതന്ത്രത്തിലേക്കും ഉണരുകയായിരുന്നു. എന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ സുദിനത്തിൽ നിമിഷത്തെ വിശേഷിപ്പിച്ചിരുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത ദേശീയാഭിമാനികൾ പോരാട്ടത്തിനൊടുവിൽ ആണ് ഇന്ത്യ സ്വാതന്ത്ര്യ പുലരിയിലെത്തിയത്. അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒട്ടനവധി പേർ സ്വരാജ്യം എന്ന വലിയ സ്വപ്നത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കാളികളായിരുന്നു. സ്വന്തം രക്തം ചിന്തി രാജ്യത്തിന്റെ നല്ലൊരു നാളേക്കായി ജീവനർപ്പിച്ച മഹാത്മാക്കളെ നമ്മുടെ ഈ ഒരു നിമിഷം സ്മരിക്കാം. അതോടൊപ്പം അവർ സ്വപ്നം കണ്ട ഇന്ത്യയെ വാർത്തെടുക്കാൻ നമുക്ക് ഒപ്പം കൈകോർത്ത് പരിശ്രമിക്കാം. ദരിദ്രമില്ലാത്ത, പട്ടിണി മരണമില്ലാത്ത, ബാലവേലയില്ലാത്ത, നിരക്ഷരത ഇല്ലാത്ത ഇന്ത്യയെ പണിതുയർത്താൻ നമുക്ക് കഴിയും. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയരുന്ന ഈ ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം. ഒരുപാട് കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിലും നേട്ടമുണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് ദൂരം നാം
മുന്നേറാൻ ഉണ്ട്. ഈ നിമിഷം നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കുചേരാം. പരസ്പരം ആഘോഷം കൈമാറാം. ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി പ്രാർത്ഥിക്കാം. ഒന്നു ചേരാം. ജയ് ഹിന്ദ്. हम सब भारतीय हैं, हम सब भारतीय हैं, हम सब भारतीय हैं, हम सब भारतीय हैं। अपनी मंजिल एक है, एक है, वो एक है। हम सब भारतीय हैं, हम सब भारतीय हैं, हम सब भारतीय हैं, हम सब भारतीय हैं। रानी है सरदार हिमालय है, सदियों से हमने इसको अपने खून से पाला है। कश्मीर की धरती रानी है सरदार हिमालय है, सदियों से हमने इसको अपने खून से पाला है। देश की रक्षा की खातिर हम शमशीर उतारेंगे, हम शमशीर उतारेंगे।